റിലേഷൻഷിപ്പിൽ ഭയങ്കര പിടിവാശിയും, അതായത് ഭയങ്കര ഒരു റെസ്ട്രിക്ഷൻസൊക്കെ വയ്ക്കുന്ന സിറ്റുവേഷൻ നമുക്ക് കണ്ടിട്ടുണ്ടാകും. ഇപ്പോൾ പറയുകയാണെങ്കിൽ റെഡ് ഫ്ലാഗ് അല്ലെങ്കിൽ ഗ്രീൻ ഫ്ലാഗ് എന്ന് പറയുന്ന സ്വഭാവം കാറ്റഗറൈസ് ചെയ്യുന്നുണ്ടല്ലോ. റെഡ് ഫ്ലാഗ് എന്ന് വെച്ചാൽ പറയാം, ഇത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള, ട്രസ്റ്റ് ഇല്ലാത്ത, അഡമൻ്റ് ആയിട്ടുള്ള ഒരു ബിഹേവിയറുള്ള പാർട്ട്ണർ. ഗ്രീൻ ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ ദേ മേക്ക് എവരി വൺ സാറ്റിസ്ഫൈഡ്. എന്ത് കാര്യം ചോദിച്ചാലും സാറ്റിസ്ഫൈ ചെയ്യും, എന്തിനും വയബിളാകുന്നൊരു സ്വഭാവം. അപ്പോൾ ഈ ഒരു കാറ്റഗറി. അപ്പോൾ പൊതുവെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ റെഡ് ഫ്ലാഗ് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു പേര് തന്നെ ഇറ്റ് ഈസ് മെയിൻലി ഫോക്കസിങ് ഓൺ നാർസിസ്റ്റിക് എന്ന് പറയും. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള റിലേഷൻഷിപ്പിലുള്ള ഒരുപാട് ക്ലയൻസ് നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്ന കുറേ അനുഭവങ്ങളിൽ പറയുന്നത്, നാർസിസ്റ്റിക് ആയിട്ടുള്ള പാർട്ട്ണറാണെങ്കിൽ അവർ മറ്റുള്ള ആൾക്കാർക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ദേ ഡോണ്ട് ഹാവ് എ ട്രസ്റ്റ്. ഒരു വിശ്വാസം ഉണ്ടാവില്ല, ഭയങ്കര സംശയാലുകളായിരിക്കും. ഇപ്പോൾ ഒരു പെൺകുട്ടി നാർസിസ്റ്റിക് റിലേഷൻഷിപ്പിലുണ്ടെങ്കിൽ ബിലീവ് ഇൻ ടുഗെദർ ആണെന്നുണ്ടോ, അപ്പോൾ അങ്ങനെയാണെങ്കിലും അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് ആണെങ്കിലും പെട്ടെന്ന് വേറെ ആൾ ഫോൺ വിളിക്കുകയോ ആരുടെയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഭയങ്കര സംശയം അടിക്കും പുള്ളിക്ക്. അപ്പോൾ അവർ പറയും, നീ ആരോടെ വിളിച്ചത്, അങ്ങനെയാണ് വിളിച്ചത്, ഇങ്ങനെയാണ് വിളിച്ചത് എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങും. അതേസമയം തിരിച്ചാണെങ്കിലോ, ഇപ്പോൾ മറ്റേ പുള്ളിക്ക് ആരും ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും അവരൊരിക്കലും സമ്മതിക്കത്തില്ല. ദെൻ നെവർ അക്സെപ്റ്റ്. ഇതാണ് ഇപ്പോൾ നാർസിസ്റ്റിക് ആയിട്ട് റിലേഷൻഷിപ്പിലുള്ളവരുടെ ഒരു പ്രത്യേകതയിൽ ആദ്യം വരുന്ന ഒരു കാര്യം. സെക്കൻഡ്ലി, ഇവർക്ക് ഞാൻ പറഞ്ഞ പോലെ അവർ പറയുന്ന കാര്യം എന്താണോ അത് മറ്റുള്ള ആൾ ചെയ്തോണം. ഇപ്പോൾ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആണുങ്ങളാണെങ്കിൽ അവർ പറയും പെണ്ണുങ്ങളെല്ലാം അടിമയാണ്. അതായത് അവരുടെ വേണ്ട കാര്യങ്ങൾ, ഇംഗിതം എന്താണോ അത് ചെയ്തു കൊടുക്കുന്ന രീതിയിലേക്ക് വരും. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവർ പറയുന്ന കേസുകളിൽ ഒരാളെന്ന് വെച്ചാൽ അവർ പറയുന്ന പുള്ളി ഒരു മെയിൽ ഷോവനിസ്റ്റ് ആയിപ്പോയി. കാരണം പെണ്ണുങ്ങളെല്ലാം ഇതിന് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് തന്നെ ക്രിയേറ്റ് ചെയ്തത്. അവർ അടിമകളാണ്, അവർ പറയുന്നത് ചെയ്യണം, പെണ്ണുങ്ങളെ ഒരിക്കലും തലയിൽ വെക്കരുത്, അവർ പറയുന്നതൊക്കെ നമ്മൾ പച്ചയായിട്ട് വിശ്വസിക്കരുത്, അത് അതേപോലെ തന്നെ റെസിസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു നേച്ചറാണെന്ന് പറഞ്ഞു. പുള്ളിയുടെ സുഹൃത്തുക്കളെല്ലാം പറഞ്ഞ ആ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവരായിരുന്നു. ഹി നെവർ. പുള്ളി പറയുന്നത് ഇതൊരു നമ്മൾ ഷുഗർ കോട്ടിങ് ആയിട്ടുള്ള സംസാരങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ ഒന്നും നല്ല കാര്യമല്ല. അപ്പോൾ എപ്പോഴും ഒരു സീരിയസ് അപ്രോച്ച് ഉണ്ടാവും, ഒരു പിടിവാശി, എന്ത് കാര്യം ചെയ്താലും ആ വരയ്ക്കുള്ളിൽ തന്നെ നിന്ന് ചെയ്യണം എന്നുള്ളൊരു സ്വഭാവം ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലുള്ള ആളുകളുണ്ട്. ഇപ്പോൾ നാർസിസ്റ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉള്ളവർ ചിലപ്പോൾ ഇവർ ഫിസിക്കലി ഭയങ്കര ടോർച്ചർ ചെയ്യും മറ്റുള്ള ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ. പക്ഷെ അവർ എന്തുകൊണ്ടോ അവർ അത് ആക്സെപ്റ്റ് ചെയ്ത് അവരുടെ കൂടെ തന്നെ ചിലപ്പോൾ ജീവിച്ചു പോകുന്ന ആളുകളുണ്ട്. ഒരു രീതിയിലും പിടുത്തം കൊടുക്കാത്ത രീതിയിൽ ഇവരെ ഇമോഷണലി ബ്ലോക്ക് ചെയ്ത് കളയും. നാർസിസ്റ്റിക് റിലേഷൻഷിപ്പിലുള്ളവർ മറ്റുള്ളവരുടെ ഒരു വാലിഡേഷൻ കൊടുക്കാതെ, ഇപ്പോൾ ഭാര്യ ആയിക്കോട്ടെ, കാമുകി ആയിക്കോട്ടെ, ലിവിങ് റിലേഷൻഷിപ്പുള്ള അവനായിക്കോട്ടെ, ഇമോഷൻ വാലിഡേഷൻ, ഇവരുടെ സ്വന്തം ഇമോഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും മറ്റുള്ളവരുടെ ഇമോഷന് ഒരു രീതിയിലുള്ള വകവയ്ക്കാതിരിക്കുകയും ചെയ്യും. ഓട്ടോമാറ്റിക്കലി റിലേഷൻഷിപ്പിലുള്ള ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പിലുള്ള ആൾ ഇവരുടെ ഒരു കംപ്ലീറ്റ്ലി അടിമ എന്ന രീതിയിലേക്ക് തന്നെ മാറും. അവർ പിന്നെ തകർന്നു എന്ന രീതിയിലേക്ക് വരാം. ഇവർക്ക് ഈ ഒരു സ്റ്റേജിൽ നിന്ന് പുറത്തു വരാൻ പറ്റില്ല. കാരണം ഇവർ ഗ്യാസ് ലൈറ്റിംഗ് ആയിട്ട് ചില സമയത്ത് ഭയങ്കര സങ്കടത്തോടെ പറയും, അയ്യോ അങ്ങനെയാണ്, നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞു വരിക്കുന്ന വ്യക്തി പിറ്റേ ദിവസം ചെല്ലുമ്പോഴേക്കും നീ ഇങ്ങനെ ചെയ്യാവുള്ളൂ, ഞാൻ പറയുന്നത് ചെയ്താൽ എന്താ കുഴപ്പം എന്ന രീതിയിൽ പെരുമാറാൻ തുടങ്ങും. മിക്ക റിലേഷൻഷിപ്പിൽ ഇപ്പോഴത്തെ പ്രസൻറ്റ് ജനറേഷൻ ആണെങ്കിലും നമ്മുടെ പാസ്റ്റ് ജനറേഷൻ ആണെങ്കിലും ഭാര്യ ഭർത്താക്കന്മാരുള്ള സ്റ്റേജിലാണെങ്കിലും എവ്രി വൺ എക്സ്പീരിയൻസസ്, മോസ്റ്റ് ഓഫ് ദ കേസിൽ ഇങ്ങനത്തെ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാകും. ഇപ്പോൾ റിലേഷൻഷിപ്പിൽ വരുമ്പോൾ പിന്നെ ഇവർക്കൊരു കുട്ടിയൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടുള്ള സ്റ്റേജ് ആണെങ്കിൽ കുഞ്ഞൊക്കെ ഉണ്ടായി കഴിയുമ്പോഴായിരിക്കും അടുത്ത ഒരു കണ്ടീഷനിലേക്ക് പോകാം. പിന്നെ അവർ കുഞ്ഞുങ്ങളെ ഇവർക്ക് വേണ്ടി തന്നെ പെരുമാറണം, ഇവരുടെ അതേ സ്വഭാവമോ ഷേപ്പോ ഒക്കെ എന്തൊക്കെ ഉണ്ടാകണം അതൊക്കെ അവർക്ക് ആഗ്രഹമാണ്. ഇപ്പോൾ കുഞ്ഞിന് ചിലപ്പോൾ വേറൊരു ഷേപ്പോ അല്ലെങ്കിൽ ഒരു പെരുമാറ്റമോ അല്ലെങ്കിൽ ഒരു സ്വഭാവത്തിൽ വ്യത്യാസം ഉണ്ടെന്നൊക്കെ തോന്നി കഴിഞ്ഞാൽ പെട്ടെന്ന് ദേ റിയാക്ട്. അപ്പോൾ അവർ ഇമോഷണലി വയബിൾ ആകുക സമയത്ത്. ഇത് റിലേഷൻഷിപ്പിലേക്ക് പോയി കുട്ടികളൊക്കെ ആയി വരുന്ന സ്റ്റേജാണ് കേട്ടോ. അല്ലാതെ നമ്മൾ സാധാരണ റിലേഷൻഷിപ്പിലേക്ക് വരുന്നവയ്ക്കും ഇവർ ട്രസ്റ്റ് എന്ന് പറയുന്ന സംഭവം അവർക്ക് പതുക്കെ കട്ടാവും. പിന്നെ സംശയരോഗികളാവും ഇവർ. ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് ഒരു സംശയരോഗം എന്ന് പറയുന്ന സംഭവം കൂടെ ഉണ്ട്. അവർ മറ്റുള്ളവരിലേക്ക് ഇപ്പം ഒരു പുറത്തു പോവോ അല്ലെങ്കിൽ ലേറ്റ് ആവുമോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫോൺ പിടിക്കും, നീ എവിടെയാണ്, ഇങ്ങനെയൊക്കെ നോക്കും. ചിലർ ഫോണിൽ ഹാക്ക് ചെയ്യുന്ന രീതിയിൽ പല ആപ്ലിക്കേഷൻസ് വരെ ഡൗൺലോഡ് ചെയ്ത കേസുകൾ എൻ്റെ അടുത്ത് തെറാപ്പിക്ക് വന്നിട്ടുണ്ട്. കാരണം ഗേൾ ഫ്രണ്ടിൻ്റെ ഫോണിൽ നീ എതിൽ പോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അവർ വിശ്വസിച്ച് പോയി, നീ എവിടെ പോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണെന്നുള്ള രീതിയിലാണ് ഇദ്ദേഹം പറഞ്ഞു കഴിഞ്ഞത്. പക്ഷേ ഇയാളുടെ മനസ്സിലൊരു ഇൻസെക്യൂരിറ്റി ഉണ്ടായിരുന്നു, ഇവൾ വേറെ ഏതെങ്കിലും റിലേഷൻഷിപ്പിൽ പോകുമെന്നുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നുകൊണ്ടാണ് ശരിക്കും ഫീൽ ചെയ്തത്. ഇതാണ് നാർസിസ്റ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ വരുന്ന ആളുകളുടെ ഒരു
ട്രൈറ്റ് എന്ന് പറയും. അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ നമ്മളിപ്പോൾ റീസെൻ്റ് കണ്ടപ്പോൾ കലിപ്പൻ്റെ കാന്താരി എന്നൊക്കെ പറയുന്ന കുറേ വീഡിയോസ് നമ്മൾ ചാനലിൽ കണ്ടിട്ടുണ്ട്. കലിപ്പ് അല്ലെങ്കിൽ ദേഷ്യം എന്നൊക്കെ പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഇവർക്ക് തന്നെ ജനറേറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടാവും. സോ ദാറ്റ് ഈസ് വാട്ട് കോൾസ് നാർസിസ്റ്റിക് റിലേഷൻഷിപ്പിൽ വരുന്ന ആളുകൾ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഇവർക്ക് ഒരു ഗ്രാൻഡിയസ് ഫീൽ ഉണ്ടാകണം, എപ്പോഴും അവരെ പുകഴ്ത്തണം, അവരുടെ കാര്യങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യണം, ഇവരെ നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടക്കണം എന്നുള്ള ഒരു സംഭവം ഉണ്ടാകും. ഇവർ പറയുന്ന കാര്യങ്ങൾക്ക് എപ്പോഴും ഒരു വാലിഡേഷൻ മറ്റുള്ളവർ കൊടുക്കണം എന്നുള്ളൊരു ബിഹേവിയർ ഉണ്ടാകും. ഇതൊക്കെയാണ് നാർസിസ്റ്റിക് ആയിട്ട് റിലേഷൻഷിപ്പിലുള്ള ആളുകളുടെ ഒരു പ്രത്യേകത. സോ മുമ്പത്തെ വീഡിയോസ് വാച്ച് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക. ദിസ് ഇസ് ജീനു ജസ്റ്റ് സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച്. സ്റ്റേ ട്യൂൺഡ് ടു ദ നെക്സ്റ്റ് വീഡിയോ.